ഒരു രാത്രി ഷാപ്പിൽ അതിന്റെ ഓണം ബന്ധപ്പെടുന്നു. അത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികളെന്ന് സംശയിക്കുന്നു കുറച്ച് പേര് തമ്മിലുള്ള കാറ്റ് ആൻഡ് ന്യൂസ് ഷോയാണ് ഗോവിന്ദ് ഷോ. മൈൽ മേക്കേഴ്സ് എന്റർടൈൻമെന്റ് പ്രാവിൻകുടി ഷാപ്പ് എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ എഴുതും. സൗബിൻ, ബേസിൽ ജോസഫ്, ചെമ്പനിതോ, ചാന്ദിനി ശ്രീധരൻ, ശബരി ശർമ്മ തുടങ്ങിയവ അഭിനയിച്ച് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് അൻവർ ഷീർ പ്രൊഡ്യൂസ് ചെയ്ത തന്നെയാണ് ഷാപ്പ്. പടത്തിന്റെ പ്രധാന പോസിറ്റീവ്സിലേക്ക് വരുമ്പോൾ ആദ്യം എന്നെ മനസ്സിൽ വരുന്നത് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയുടെ പേര് തന്നെയാണ്. അതിഗംഭീര വർക്കായിരുന്നു. സത്യം പറഞ്ഞാൽ പല ഭാഗത്തും ഡൗൺ ആവുന്ന സിനിമയാണ് പ്രോപ്പറായിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ആളുടെ മ്യൂസിക് തന്നെയാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ട് ഒരെണ്ണം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതല്ലാതെ സിനിമയിൽ വേറെ കുറച്ച് പാട്ടും കൂടി ഉണ്ട്. അത് റിലീസ് ആയതിനു ശേഷം ഇനിയും നല്ല റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗംഭീര വർക്കായിരുന്നു. വൺ ഓഫ് ദ ഫൈനസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വിഷ്ണു വിജയ് ആസ് യൂഷ്വൽ പ്രൈമറി തല്ലിമാല വൻ പ്രതീക്ഷയാണ്. സുഷിൻ ഷാർ നമ്മളൊപ്പം തന്നെ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ പറയാൻ പറ്റും. പിന്നെ ബാക്കി ടെക്നിക്കൽ സൈഡെല്ലാം മികച്ച തന്നെയായിരുന്നു. എഡിറ്റിംഗ് നല്ല നല്ല കട്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഷൈജു കളി എല്ലാവർക്കും അറിയാം. ക്യാമറ തന്നെയായിരുന്നു ടോപ്പ് നോച്ചായിരുന്നു. പിന്നെ ഡയറക്ഷനും പുതിയ ആളാണ് ശ്രീരാജ് ശ്രീനിവാസൻ. ആളുടെ തൂമ്പ് എന്ന ഷോർട്ട് ഫിലിം കണ്ടാൽ തന്നെ അറിയാം ആളുടെ കാറ്റഗറി. ആളിത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആളുടെ വിഷയം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ആൾ സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ചന്ദ്രൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ആസ് യൂഷ്വൽ അറിയാം, ഒരു റൂറൽ ഏരിയ സെറ്റപ്പിൽ ഉള്ള കഥ വരുമ്പോൾ അതിൽ ചെമ്പൻ പ്ലേസ്ഡ് ആവുമ്പോൾ ആൾ എങ്ങനെ പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇന്നത്തെ പല പടങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് കണ്ടിരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ചാന്ദിനി ശ്രീധർ ഇതിനു മുമ്പ് പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രാവിൻകുടി ഷാപ്പാണ് പെർഫോമൻസ് എടുത്തു പറയാൻ പറ്റിയ പെർഫോമൻസ് വരുന്നത് പ്രാവിൻകുടി ഷാപ്പ്. പിന്നെ സൗബിൻ ബേസിൽ അവർ ആസ് യൂഷ്വൽ അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയത്തക്ക അത്രയും ഗംഭീരം ഒന്നും പറയാൻ പറ്റുന്നില്ല. ആസ് യൂഷ്വൽ അവർ നന്നായി ചെയ്തു. പിന്നെ നിയാസ് ബക്കർ നമ്മുടെ മറിമായത്തിലൊക്കെ ഉള്ള ആളും കോമഡി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേരറിയാത്ത ഒരു CA റോൾ ചെയ്ത ഒരാൾ, അതുപോലെ ഒരു കുടിയൻ്റെ വേഷം ചെയ്ത ഒരു പ്രായമായിട്ടുള്ള ഒരാളുണ്ട്. ആളുടെ കോമഡിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിരുന്നു. പടത്തിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കുമ്പോൾ ആക്ച്വലി ഈ സിനിമ ഒരു ഹൂഡനിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ജേണലിൽ വരുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഡാർക്ക് ഹ്യൂമർ മിക്സ് ചെയ്തിട്ട്. പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷനും ഡാർക്ക് ഹ്യൂമറും രണ്ടും പ്രോപ്പറായി ബ്ലെൻഡായി പോയില്ല എന്ന് പലയിടത്തും നോക്കിപ്പോയി. അതായത് ചില കോമഡീസ് ഒന്നും വർക്കായില്ല. അതുപോലെ വളരെയധികം ഫ്ലാറ്റായി തോന്നി. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിനെ കുറിച്ച് കൂടെ മുന്നിലേക്ക് ആയിരുന്നു. ആദ്യ പകുതി അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു. ഇന്റർവെല്ലിൽ വരെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് അതിൽ നിന്നും കാര്യമായി നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് കിട്ടുന്നില്ല. ഓവറോൾ എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രാവിൻകുടി ഷാപ്പ്. നല്ലൊരു ട്രൈ ആയിരുന്നു, അങ്ങനെയാണെന്ന് പറയാം. ആക്ച്വലി പല ജോണർ മിക്സിങ് വരുന്നുണ്ട്. ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ഹ്യൂമർ നമ്മളധികം കണ്ടുശീലിക്കാത്തൊരു ടൈപ്പ് പാറ്റേൺ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്യാൻ നോക്കി. പക്ഷെ പല ഭാഗത്തും താഴ്ചകൾ വന്നുകൊണ്ട് സ്ട്രിക്റ്റ്ലി ഒരു ആവറേജ് ഒരു ഫിലിം ആയിരുന്നു എനിക്ക്. പക്ഷെ വാച്ചബിളാണ്. തിയേറ്ററിൽ പോയാൽ ഒട്ടും ബോറടിക്കാതെ. പ്രത്യേകിച്ച് എടുത്ത് പറയണം, OTT പ്രോഡക്റ്റ് അല്ല. പ്രോപ്പറായിട്ട് തിയേറ്ററിൽ കണ്ട അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും നിൽക്കുമ്പോൾ എവിടെയും ബോറടിക്കാതെ കണ്ടിരിക്കുക. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ മൂവി റിവ്യൂസിനും മൂവി റിലേറ്റഡ് കണ്ടന്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.